രാവിലെ 6:30 മണിക്ക് മോളെ കൊണ്ട് ബസ് കയറ്റാൻ, സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങി. അവിടെ DTCയുടെ ബസ് വന്ന് നിൽക്കുന്നുണ്ട്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് സ്കൂളുകൾക്ക് വേണ്ടി കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് DTCയുടെ അവിടെ വന്ന് നിൽക്കുന്നത്. 6:40 ബസ് ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്നും സ്കൂളിലേക്ക് സ്റ്റാർട്ടാവും. മോളെന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ബസ്സിൽ കയറ്റാൻ വേണ്ടി പോയ സമയത്ത് കണ്ടക്ടർ തടഞ്ഞു നിർത്തി. ഈ കുട്ടിയെ ബസ്സിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഈ കുട്ടി ഇന്നലെ ഛർദ്ദിച്ചു ബസ്സിൽ, അതുകൊണ്ട് കയറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തു, ഒരു ദിവസമല്ലേ പോട്ടെ, വല്ല ദിവസവും ഛർദ്ദിക്കുമായിരിക്കും, എല്ലാ ദിവസവും ഛർദ്ദിക്കില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊന്നും രക്ഷയില്ല, ഡ്രൈവറും കണ്ടക്ടറും ഒരുമിച്ച് ഈ കുട്ടിയൊന്നും സ്കൂളിൽ കൊണ്ടുപോയില്ല. ഓക്കെ, ഞാൻ അവിടെ നിന്ന് എൻ്റെ വണ്ടിയിൽ തന്നെ ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമുള്ള കനോട്ട് പ്ലേസിലെ മണ്ടി ഹൗസിന് അടുത്തുള്ള സ്കൂളിലേക്ക് ഞാൻ മോളെ കൊണ്ടുപോയാക്കി. അവിടെ നിന്ന് വന്നു, സ്കൂളിൽ നിന്ന് വന്ന് എനിക്ക് മനസ്സിലായത്, അതായത് സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, മോളതിൽ ഛർദ്ദിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാവും. അതായത് അപ്പോൾ വന്നിരുന്ന ആ DTC ബസ്, അതിൻ്റെ പല ചില്ലുകളും പോയിട്ടുണ്ട്. ചില്ലുകൾ പോയതുകൊണ്ട് അതിശൈത്യമുള്ള സമയമാണ് ഡൽഹിയിൽ. ആ സമയത്തെല്ലാം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം തണുപ്പ് തന്നെയാണ്, സ്വെറ്റർ ഇടാതെയൊന്നും പോകാൻ നിവൃത്തിയില്ല, അങ്ങനെയുള്ള സമയമാണത്. അപ്പോൾ ശൈത്യക്കാറ്റ്, ശീതക്കാറ്റ് ബസ്സിൻ്റെ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് കുട്ടികളുടെ മേലിലടിക്കുകയാണ്. വാസ്തവത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സിന് വളരെ സേഫ്റ്റി ആവശ്യമാണ്. തണുത്ത കാറ്റെല്ലാം വരാതെ കണ്ടിരിക്കണം. അതെല്ലാം ഈ ബസ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ് എങ്ങനെ ഇരിക്കണമെന്നും കുട്ടികൾക്ക് എന്തെല്ലാം സേഫ്റ്റി കൊടുക്കണമെന്ന് എല്ലാ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. പക്ഷേ DTCയുടെ, ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്കൂളിന് വേണ്ടി ഓടുന്നതിൽ ചില്ലുകൾ പലതും പോയിട്ടുണ്ട്. ആ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാറ്റ് വന്ന് തണുപ്പ് കാരണം കൊണ്ടാണ് കുട്ടികൾ ഛർദ്ദിക്കുന്നതും തലവേദന ഉണ്ടാകുന്നതും വീട്ടിൽ വന്ന അസുഖങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ മറ്റ് ബസ്സുകൾക്കൊന്നും, പാസഞ്ചേഴ്സ് സഞ്ചരിക്കുന്ന ബസ്സുകൾക്കൊന്നും ചില്ലില്ലാതെ പോയി കഴിഞ്ഞാൽ അവർ ബഹളം വയ്ക്കും. ഇത് ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സാണ്, അതിന് ചില്ലില്ലെങ്കിൽ കുട്ടികളെന്താ പറയുന്നത്, അവർക്ക് പറയാൻ ഇതില്ല. അങ്ങനെയാണെങ്കിൽ സ്കൂളുകളിൽ ഈ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടൊരു അംഗമുണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ബസ് ഫെസിലിറ്റി ശരിയായി നിർത്തുന്നുണ്ടോ, കംപ്ലയിൻറ്റോട് നോക്കാൻ. പക്ഷേ അവർ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ ഛർദ്ദിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ അധികം താമസിക്കാൻ നിന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഏരിയയിലുള്ള കുറച്ച് ആളുകളെ കൂട്ടി ഞാൻ എല്ലാവരുടെയും വീട്ടിൽ പോയി, പാരൻസിൻ്റെ എല്ലാവരുടെയും വീട്ടിൽ പോയി ഒരു 30 പേരെ സംഘടിപ്പിച്ചു. 30 പേരെ സംഘടിപ്പിച്ച് നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പത്രക്കാരെല്ലാം വിവരമറിയിപ്പിച്ചിരുന്നു. 30 പേരായിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയി. ഏകദേശം 1:45 ഞങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്തു. അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്. സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് സഹിക്കാൻ പറഞ്ഞു അവരോട്. സാർ അത് പറ്റില്ല, അത് സ്കൂളിൻ്റെ ആണോ ഞങ്ങളുടെ ആണോ എന്ന് കൂടെ സെക്യൂരിറ്റി ഗാർഡ് തർക്കിയാൽ ഞങ്ങൾ പറഞ്ഞു, ഒന്നും നിവർത്തിയില്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും പ്രസ്സിലും എല്ലായിടത്തും ഇൻഫോം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ 5 മിനിറ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യും, ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ 30 പേര് പോയി സ്കൂളിൽ പോയി ഗേറ്റ് ക്ലോസ് ചെയ്തു. ഗേറ്റ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നു. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ വന്നു. 2 പോലീസുകാരെ അയച്ചിരുന്നു എന്താ സംഭവിക്കുന്നത് അറിയാൻ. അവരുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ 5 മിനിറ്റ് ബസ്സുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. കാരണം ഇതാണ്, DTC ബസ്സുകൾ, സ്കൂളുകൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഓടുന്ന DTC ബസ്സുകൾക്ക് ചില്ലില്ല, ഗ്ലാസ്സുകളില്ല. അതുകൊണ്ട് ശൈത്യക്കാറ്റ് കുട്ടികളുടെ മേലടിക്കുന്നു, കുട്ടികൾക്ക് അസുഖം വരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഗവൺമെൻറ്റിനെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അധികം വിഷമിപ്പിക്കില്ല. 5 മിനിറ്റ് ഞങ്ങൾക്ക് സമയം വേണ്ടി പറഞ്ഞു. അവരും മിണ്ടാതെ നിന്നു, പോലീസുകാരും മിണ്ടാതെ നിന്നു. സ്കൂള് ബെല്ലടിച്ചു. 2 മണിക്കാണ് സ്കൂൾ വിടുന്നത്. 1:45, 1:50 കുട്ടികൾ പുറത്തു വന്നു. കുട്ടികളെ കൂടുതൽ സമയം നിർത്താൻ നമ്മൾക്ക് കഴിയില്ല. കാരണം രാവിലെ 6:30 സ്കൂളിലെത്തുന്ന ചെറിയ കുട്ടികളാണ്. 1ാം ക്ലാസ് മുതൽക്ക് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അതിലുണ്ട്. അവർ വിശന്നിട്ടും ക്ഷീണിച്ചിട്ടും വെള്ളം ദഹിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. വിട്ടുകഴിഞ്ഞാൽ, സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ അവർക്ക് വീട്ടിലെത്താനുള്ള തിരക്കായിരിക്കും. അങ്ങനെ ഇരിക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ബന്ദ്, ഖരാബ്, ഇതുപോലെ ഇതിനോടെല്ലാം എനിക്ക് അമർഷമാണ്. ഈ ബന്ദ് ചെയ്തുകൊണ്ട് ആൾക്കാരെ നിർത്തുക, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക, സ്ട്രൈക്ക് കൊണ്ട് വഴി പോകാൻ അനുവദിക്കാതിരിക്കുക, ഈ പ്രത്യേക
മതങ്ങളുടെ ഈ ജലൂസിലും റാലിയിലും റോഡ് നിറഞ്ഞു പോയി വാഹനങ്ങളെ ബന്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എനിക്ക് ചെറുപ്പത്തിലെ വലിയ അമർഷമാണ്. കാരണം മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാറ്റിക്കൊണ്ട്, മനുഷ്യരെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അനുവദിക്കാതെ കണ്ട് ഏത് പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതെല്ലാം നിയമത്തിന് മുന്നിൽ തെറ്റാണ്. മനുഷ്യരെ തടഞ്ഞു നിർത്താൻ പാടില്ല, ബന്ദ് പാടില്ല, ഈ ഖരാവോ പാടില്ല, അതുപോലെ ഹർത്താൽ പാടില്ല. ഇതെല്ലാം തെറ്റായതാണ്. അതെല്ലാം നമ്മളുടെ ശരിക്കും ഈ സംഭവങ്ങളെല്ലാം മനുഷ്യരുടെ ഉയർച്ചയെ തടയുന്ന സാധനങ്ങളാണ്. അവർക്ക് പിന്നെ ഉയരാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടില്ല. പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ അവർ ഒരിക്കലും ഉയരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതിൽ എനിക്ക് അന്ന് തന്നെ എനിക്ക് വലിയ ഇതാണ്. കാരണം ബന്ദ്, ഹർത്താൽ, സമരം, സ്ട്രൈക്ക് ഇതിനൊന്നും ഞാൻ താല്പര്യമുള്ള ആളല്ല. പക്ഷേ എന്നാലും ഇത് അറിയിപ്പിക്കണം. ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികൾ വന്ന് അവരെ സമയം തടഞ്ഞു നിർത്താൻ പാടില്ല. ഞങ്ങൾക്കിതൊരു റിപ്പോർട്ടൊക്കെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കറക്റ്റ് 2 മണിക്ക് കുട്ടികൾ വന്ന സമയത്ത് DTC ബസ്സുകളിൽ കുട്ടികൾ കയറി ബസ് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഗേറ്റ് അടഞ്ഞിരിക്കുകയാണ്. ഗേറ്റ് തുറക്കുന്നില്ല. അതായത് ഞങ്ങൾ 10-35 പേര് ഗേറ്റ് തുറക്കാൻ സമ്മതിച്ചില്ല. 5 മിനിറ്റ് കഴിഞ്ഞും ഞങ്ങളത് തുറന്നു കൊടുത്തു. കുട്ടികൾ പോയി. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നുമല്ല. 5 മിനിറ്റ് ആകുമ്പോഴേക്കാണ് എല്ലാ കുട്ടികളും വന്ന് ബസ്സിലിരിക്കുള്ളൂ. ആ 5 മിനിറ്റ് തന്നെ അവിടെ ഉണ്ടായുള്ളൂ. അടുത്ത ദിവസം 5 മണിക്ക് എഴുന്നേറ്റിട്ട് 5:15 ഹിന്ദുസ്ഥാൻ ടൈംസ് പേപ്പർ വീട്ടിൽ വരും. അതെടുത്ത് നോക്കി. അതിനുള്ളിൽ ഈ ന്യൂസുണ്ട്, സ്കൂളിലെ ബസ്സിനെ തടഞ്ഞു നിർത്തിയതും ബസ്സിൻ്റെ ശോചനീയാവസ്ഥയും എല്ലാം. പക്ഷേ അതിൽ എത്ര മിനിറ്റൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളൊരു 5 മിനിറ്റ് ഒരു പേരിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ സമയമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് 6:30 ഞാൻ മോളെ എടുത്തുകൊണ്ട് ബസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. വലിയ ബസ്സാണ്, DTCയുടെ വലിയ ബസ്സാണ്. 10-50 കുട്ടികളൊക്കെ കയറാൻ പറ്റുന്ന ബസ്സാണത്. അവിടേക്ക് പോയ വഴിയെ തന്നെ ഡ്രൈവറും കണ്ടക്ടറും കണ്ട വഴിയെ നമസ്തേ സാബ് എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിച്ചു, വളരെ ബഹുമാനത്തോടു കൂടി. നോക്കിയ സമയത്ത് ബസ്സിൻ്റെ എല്ലാ ചില്ലുകളും പുതിയതാക്കിയിരിക്കുന്നു, ഫ്രെയിമെല്ലാം പുതിയതാക്കിയിരിക്കുന്നു. ബസ്സിൻ്റെ പുറം ഭാഗം മുഴുവൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് ഒട്ടുന്നുണ്ട്, കയ്യിൽ ഒട്ടുന്നുണ്ട്, ശരിക്കും ഉണങ്ങിയിട്ടില്ല. ഏകദേശം സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോയി 5 മണിക്ക് ആണ് ഈ ബസ് ഫ്രീ ആവുള്ളൂ. കുട്ടികളെ വീടുകളിലൊക്കെ വിട്ട് 5 മണിക്ക് ശേഷം ഫ്രീ ആവുള്ളൂ ഈ ബസ്സുകളെല്ലാം. അതുവരയ്ക്കും ഇവർക്ക് ഡെപ്പോയിൽ പോകാൻ കഴിയില്ല. അപ്പോൾ 5 മണിക്ക് ശേഷം ഇത് അവിടെ പോയി രാവിലെ 5 മണിക്കുള്ളിൽ ഇതിൻ്റെ ഗ്ലാസും ഫ്രെയിമും അതുപോലെ പെയിൻറ്റിങ്ങെല്ലാം ചെയ്തു എന്ന് വരികിൽ അതും 10, 35, 40 ബസ്സുകളുണ്ട് കുട്ടികളുടെ. 1-2 ബസ്സുകളല്ല, ഒന്നിന് മാത്രമല്ല ചെയ്യുന്നത്. ഇതെല്ലാം ഇത്രയും നീറ്റാക്കി അവർക്ക് ഒരേ ഒരു രാത്രിയിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ അത്ഭുതമായി തോന്നുന്നു. വേണമെങ്കിൽ സർക്കാർ സിസ്റ്റത്തിൽ എന്തും ചെയ്യാം എന്നുള്ളതാണ്. സർക്കാർ വിചാരിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല, എല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും. എന്തായാലും ഇത്രയും പെട്ടെന്ന് ചെയ്തതിൽ എനിക്ക് വലിയ അഭിമാനം തോന്നി. കാരണം ഇന്നലത്തെ നമ്മുടെ പ്രവൃത്തിയിൽ DTC ഒന്ന് ധൈര്യമായിട്ട് ശരിയായിട്ട് വന്നിരിക്കുന്നു. കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകുന്നതും കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നും അവർക്ക് മനസ്സിലായിരിക്കുന്നു. അവർക്ക് അറിയാമെങ്കിലും വരുമ്പോൾ മറന്നുപോയതാണ് ഈ കാര്യങ്ങളെല്ലാം. കാരണം തണുപ്പ് കാലത്ത് ശൈത്യക്കാറ്റിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല എന്നും കുട്ടികൾക്ക് അസുഖം പിടിക്കുന്നതെല്ലാം അറിയുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ഡൽഹിയിൽ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകിച്ചും കുട്ടികൾക്ക് പ്രത്യേകം മുന്നറിയിപ്പുകളെല്ലാം കൊടുക്കുന്ന ആ സമയമാണ്. ആ സമയത്താണ് DTC ബസ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഭംഗിയായിട്ട് വൃത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ അതിൽ കുട്ടിയെ കയറ്റി വിട്ടു. 2:15 മോള് സ്കൂളിൽ നിന്ന് തിരിച്ച് അതേ ബസ്സിൽ വരുമ്പോൾ ഒരു ലെറ്റർ കയ്യിലുണ്ടായിരുന്നു. അത് പ്രിൻസിപ്പലിൻ്റെ ലെറ്ററായിരുന്നു. അതായത് ഞങ്ങളുടെ ഏരിയയിലെ എല്ലാ പേരൻസിനെയും മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്, PTA. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അടുത്ത ദിവസം അവിടെ മീറ്റിങ്ങിന് പോയി. രാവിലെ പോയി സ്കൂളിൽ അവിടുത്തെ ഭരണസമിതിയുടെ മാനേജരും പ്രിൻസിപ്പലെല്ലാം ഇരിക്കുന്നുണ്ട്. അവർ ചോദിച്ചു, ആരാണ് അതിൻ്റെ മുന്നിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് മുന്നിൽ, ഞാനാണത് ചെയ്തത്. കുട്ടി ഛർദ്ദിച്ചു എന്നുള്ള കാരണം കൊണ്ട് കുട്ടിയെ ബസ് കയറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടികളാണ് ഛർദ്ദിക്കും. ഈ ഛർദ്ദിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഇതിന് തെറ്റ്, നിങ്ങളുടെ ബസ്സിലാണ് ഈ തെറ്റ് മുഴുവനുള്ളത്. ഈ ശൈത്യക്കാറ്റ് വരുന്നതുകൊണ്ടാണ് കുട്ടികൾ ഛർദ്ദിക്കുന്നത്. അത് മനസ്സിലാക്കാതെ കണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്ന വിലക്കുകളുണ്ടായത് ഞാൻ വ്യക്തമായിട്ട് അവിടെ സംസാരിച്ചു. പക്ഷേ അന്നത്തെ കമ്മിറ്റിയിൽ മാനേജർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അവിടെയുള്ള മാനേജർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്.
ഇങ്ങനെയുള്ള വിചാരങ്ങൾ ഇപ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. മാനേജറുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാനേജർ ഉണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടൊക്കെ ആയിരുന്നു കുറച്ച് കാലം. ഇപ്പോൾ കുറച്ച് കാലം എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് വിധം ലെഫ്റ്റ് അടിച്ച് പോയി ഫേസ്ബുക്കിൽ നിന്ന്. ആ മാനേജർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി, കാരണം ഇനി നമ്മുടെ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഇനി ഇവരെല്ലാവരും കൂടി ചേർന്ന കുട്ടിക്ക് എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുമെന്നുള്ളത് സ്കൂളുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പല സ്കൂളുകളിലും, പ്രത്യേകിച്ചും കേരളമാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഇവിടെ സംഭവിക്കാറുണ്ട്. അങ്ങനെ വിദ്വേഷം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടുത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞാൻ സൊസൈറ്റി ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്തെപ്പറ്റി നോക്കിയ സമയത്ത് അപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ തന്നെ ഞാൻ ആ സൊസൈറ്റിയുടെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തു. ലൈഫ് മെമ്പർഷിപ്പ് എടുത്ത് അടുത്ത ദിവസം മുതൽ ഞാൻ പ്രവർത്തനം തുടങ്ങി. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം തുടങ്ങിയത് എല്ലാ സ്ഥലങ്ങളിലെയും പേരൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. 35ഓളം ഏരിയയിൽ നിന്ന് ബസ്സുകൾ വരുന്നുണ്ട്. ഈ 35 ഏരിയയിലെയും പേരൻസിനെ വിസിറ്റ് ചെയ്ത്, ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിവാണ്, കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കണക്കാക്കി അവിടെ വിസിറ്റ് ചെയ്ത് അവരോട് സംസാരിച്ച് അങ്ങനെ പ്രത്യേക ഒരു ഗ്രൂപ്പിനെ ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തു. ഈ ഗ്രൂപ്പ് ഭരണസമിതിക്ക് എഗൻസ്റ്റായി തിരിഞ്ഞു. അങ്ങനെ അടുത്തൊരു ഇലക്ഷനിൽ ഞങ്ങൾ ഇപ്പോഴത്തെ ഭരണസമിതിയെ, ആ സമയത്തുണ്ടായിരുന്ന ഭരണസമിതിയെ, കഴിവില്ലാത്ത ഭരണസമിതി, കഴിവ് അവർക്ക് വേണ്ടുകളുണ്ട്, അവർ ചെയ്തിരുന്ന പ്രവൃത്തികളെല്ലാം അതെല്ലാം ഇപ്പം സംസാരിക്കാനുള്ളതല്ല ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ ആ ഭരണസമിതിയെ തകർക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് അവരിപ്പോഴും ഉണ്ട്. അതിനുശേഷം സ്കൂളിലെ പ്രിൻസിപ്പലും അതുപോലെ തന്നെ സ്കൂൾ അന്തരീക്ഷമൊക്കെ ആയിട്ട് വളരെയധികം നല്ലൊരു സൗഹാർദ്ദമായിരുന്നു സ്കൂളിൽ നടന്നത്. ഞങ്ങൾക്ക് നമ്മുടെ മുതുകാടിനെ പോലുള്ള മജീഷ്യനെ കൊണ്ടുവന്ന് അവിടെ ഒരു മാജിക് ഷോ കൂടെ നടത്താൻ കഴിഞ്ഞു. സ്കൂളിൻ്റെ ഉള്ളിൽ സ്കൂളിന് ധനം തോക്കാൻ വേണ്ടി ഫെറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം സ്കൂളിൽ വളരെയധികം ആ സ്കൂളിൽ വളരെയധികം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും.